തമിഴിൽ നിന്ന് ഒരു റൊമാൻറ്റിക് ത്രില്ലർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നേസിബ് പായ. പായയായിരുന്നു ഇതിലും ഭേദം എന്നാണ് പല സമയത്തും തോന്നിയത്. സൺ നെക്സ്റ്റ് ആപ്പിലാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ശങ്കര അണ്ണന്റെ മകളെ അതിഥി ശങ്കറിന്റെ പടമാണ്. ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ആ കൊച്ചുതന്നെയാണ്. ഒരു ബോൾഡ് അതേപോലെ തന്നെ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടിട്ട് ക്യൂട്ട്നെസ് വാരി എറിയാറില്ല. അതന്നെയാണ് ഈ സിനിമയിൽ ഫുൾ ഉള്ളത്. ആൾക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. ആ കൊച്ചു പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കരയാണോ ചിരിക്കുകയാണോ എന്ന് പോലും അറിയില്ല. അതാണ് അവസ്ഥ. ഇപ്പൊ ഖുഷി കപൂറിനെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നുണ്ട്. ആളുടെ കഴുത്ത് വരെ അഭിനയിക്കേണ്ടി പറഞ്ഞിട്ട് ഈ കൊച്ചിന്റെ കൈ വരെ അഭിനയിക്കും. ഇവൻ മുഖത്തിന്റെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കുകയാണെങ്കിൽ പോലും കൈ ഇതുവരെ വരും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഫ്രം ദ ഫസ്റ്റ് സീൻ ടു ദ ലാസ്റ്റ് ഈ കൊച്ചിന്റെ കൈ എല്ലാ സീനിലും ഉണ്ട്. കൈ താഴ്ത്തി വെച്ചിട്ട് അഭിനയിക്കാൻ അറിയില്ല തോന്നുന്നു. ആരെങ്കിലും ആ കൈ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നേൽ ഞാൻ ആലോചിച്ചു പോയി. സോ സിനിമ തുടങ്ങുന്നത് നമ്മുടെ പോർച്ചുഗലിലാണ്. നമ്മുടെ അണ്ണന്റെ രാജ്യം. നായികയെ കാണാതായ നായിക അല്ലെങ്കിൽ മറ്റേ ഒരു പ്രശ്നത്തിലുള്ള നായികയെ രക്ഷപ്പെടുത്താൻ വരെ നായകന്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. നമ്മുടെ ഗൗതം മേനോന്റെ ഒരു പടം ഉണ്ടായിരുന്നു, ജോഷുവ. അതിന്റെ ഓൾമോസ്റ്റ് സിമിലർ പ്ലോട്ടാണ്. പ്ലസ് ഇടയ്ക്ക് നമ്മുടെ ആലിയ ഭട്ടിന് ജിഗറ എലമെന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവർദ്ധന്റെ സിനിമയാണിത്, മനസ്സിലാക്കണം. നമ്മുടെ ഷേർഷാ, ബില്ല 2 ഒക്കെ എടുത്ത വിഷ്ണുവർദ്ധന്റെ പടമാണിത്. അറിഞ്ഞില്ല, ആരും ഒട്ടും പറഞ്ഞില്ല അണ്ണൻ ഇത്ര അധപ്പതിച്ചു പോയി എന്നുള്ളത്. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അഥർവയുടെ അനിയനാണ്, ആകാശ് മുരളി. ആളുടെ ഡെബ്യൂ പെർഫോമൻസ് ആണ്. സ്റ്റിൽ അതിഥിയെക്കാളും പെട്ടായിട്ട് തന്നെ ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിഥിയൊക്കെ വെച്ചപ്പോൾ ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിഥി ഇല്ലാത്ത സീനൊക്കെ ഈ സിനിമ അത്യാവശ്യം കൊള്ളായിരുന്നു. ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. എന്തോന്നടേ ഇതിലും മറ്റേ കർമ്മം കൺട്രാവി ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. നായകൻ നായികയെ കാണുന്നു, ഈ കൺട്രാവി പിടിച്ച സാധനം തന്നെയാണ്. എന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞു വെച്ചാൽ ഈ ലാബ്രഡോറിനെ നമ്മൾ ബിസ്ക്കറ്റ് കാണിച്ച് ഇരുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒലിക്കില്ലേ, അതേപോലെയാണ് ഈ കൊച്ചിന്റെ പിന്നാലെ ഒലിപ്പിച്ചു പോകുന്നത്. ആ സമയത്ത് ആ കൊച്ചിന്റെ വക ക്രിഞ്ച് ഫെസ്റ്റ് വേറെ. നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നിന്നെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് കഴിഞ്ഞു എപ്പോഴേക്കും അവര് തമ്മിൽ സെറ്റായി. എനിക്ക് മനസ്സിലാകത്തുണ്ട് പവർ ഓഫ് മ്യൂസിക്കോ. യുവൻ ശങ്കർ രാജയാണ് തോന്നുന്നു ഇതിന്റെ മ്യൂസിക് വർക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം അതൊക്കെ കൊള്ളായിരുന്നു. പാട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. അതായിരുന്നു ആ സിനിമയുടെ അടുത്തൊരു പോസിറ്റീവ്. വേറെ ഒന്നുമില്ല. വേറെ ഈ ലാസ്റ്റ് ഒക്കെ കൊണ്ടേ തൊലച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് കാണുമ്പോൾ ശരിക്കും ഒരു റിയൽ ലൈഫ് ക്യാരക്ടറൊക്കെ പോലെ പല സ്ഥലങ്ങളിലും തോന്നിപ്പിക്കും. അത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീന് വന്നിട്ട് അവരൊരു സൂപ്പർ ഹീറോ പരിവേഷമാണ് നായകന് കൊടുക്കുക. ശരത് കുമാറും ഖുശ്ബു ചേച്ചിയൊക്കെ ഉണ്ട്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ ഇതിലുണ്ട്. എനിക്ക് തോന്നി അതിഥി ശങ്കറിനെ മാറ്റിയിട്ട് വേറെ ആരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ പടം ഒന്നുകൂടി നന്നായനെ. അതിഥി ശങ്കറിനെ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. മാലാ പാർവതിയാണ്, ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷനായ മാലാ പാർവതിയാണ് ഇതിൽ അതിഥി ശങ്കറിന് അമ്മയുടെ റോൾ ചെയ്തിരിക്കുന്നത്. ഇതിലും ആ സ്ത്രീക്ക് കരച്ചിലും വീഴ്ചിലും സങ്കടം മാത്രമേ ഉള്ളൂ. സോ മലയാളി ഡയറക്ടേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒരു നല്ലൊരു ചിരിക്കുന്ന ഒരു റോള്, ഇവൻ ലോഫിംഗ് ഗ്യാസ് കൊടുത്തിട്ടാണെങ്കിലും ചിരിപ്പിക്കുന്ന ഒരു റോള് കൊടുക്കുക. കുറെ ആയില്ലേ ദുഃഖിതയായ വനിതയായിട്ട് തന്നെ ഇരിക്കുന്നു. സോ സൺ നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. വേണ്ടവർ കണ്ടു നോക്കുക. എനിക്ക് ഒട്ടും വാക്കാവാത്ത പടം. ഞാനിത് ബേസിക്കലി മറ്റേ അതിഥി ശങ്കർ അർജുൻ ദാസും കൂടിയുള്ള പടമെന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അർജുൻ ദാസ് ഇപ്പൊ വരും പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെയാണ് അത് വൺസ് മോർ പറഞ്ഞ വേറെ പടമാണ്. അത് ഇതുവരെ റിലീസ് ആയിട്ടില്ല. പിന്നെയാണ് ഈ പടമാണ് മനസ്സിലായത്. സോ വേണ്ടവർ കണ്ടു നോക്കാം, ട്രൈ ഇറ്റ് ഔട്ട്. എനിക്ക് വർക്കായില്ല, വർക്കാവുന്ന ആൾക്കാരും ഉണ്ടാവും. സോ വീണ്ടും സന്ദിപ്പം വരെ, വണക്കം.